Okay, in today's class we will also do some problems related to transistor. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച പ്രോബ്ലംസ് ആണ്. സോ നിങ്ങളിത് പ്രോബ്ലം എൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പം ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇരിക്കണം. സോ നമുക്ക് ഇതുവരെ നമ്മൾ ഈ പ്രീവിയസ് ആയിട്ടുള്ള 2-3 ക്ലാസ്സിലെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റർണൽ വർക്കിംഗ് എങ്ങനെയാണ് അത് നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ട്രാൻസിസ്റ്റർ മെയിൻലി 3 റീജിയൻ ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യാനാണ് ട്രാൻസിസ്റ്റർ മേക്ക് ചെയ്തിട്ടുള്ളത്. സോ 1 റീജിയൻ അതിൻ്റെ 90% ആപ്ലിക്കേഷനും അത് ആംപ്ലിഫിക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ 90% ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. ദെൻ ഓൾസോ വി ആർ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസേഷൻ, ലോജിക്കൽ ഗേറ്റ് റിയലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതിനകത്ത് നമ്മൾ കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലുമാണ്. ഐദർ സ്വിച്ചിങ് ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് ലോജിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഈ 2 റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുകയും ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുകയും ആ ഒരു ആസ്പെക്ട്സിൽ നിന്നുകൊണ്ടായിരിക്കും ചോദിക്കും. ഓക്കെ, ഫൈൻ. സോ ദിസ് വാസ് ആസ്ക്ഡ് ഇൻ എ പ്രീവിയസ് ഇയർ question paper. So first question, assume beta is very large. Okay, and VB is 0.7 volt. Okay, then the mode of operation of the BJT, ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓൾസോ ഗിവൺ VC സാച്ചുറേഷൻ വോൾട്ടേജ്. VC സാച്ചുറേഷൻ ആകുമ്പോൾ ഉള്ള വോൾട്ടേജും തന്നിട്ടുണ്ട് 0.2 വോൾട്ട്. സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. സോ ഐ വിൽ ഡ്രോ ദ സർക്യൂട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കാരണം ഏത് റീജിയൻ ഒരു സർക്യൂട്ട് തന്നിട്ട് അത് ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. സോ നിങ്ങൾ ആ കെയറോട് കൂടി ചെയ്യണം ഈ പ്രോബ്ലം. So this was the circuit. This is 10K, this is 1K, and the options are cutoff, saturation, active, none of the
ഓക്കെ, ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഏത് മോഡ് ഓഫ് ഓപ്പറേഷനാണ് ട്രാൻസിസ്റ്റർ? ഇറ്റ്സ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എമിറ്റർ കോമൺ ആയിട്ടുള്ളതാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. സോ ഇറ്റ്സ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ആൻഡ് ഓൾസോ വി നീഡ് ടു അനലൈസ് ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് VV 0.7 വോൾട്ടേജ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ബീറ്റ വെരി ലാർജ് ആണെന്ന് തന്നിട്ടുണ്ട്. VC സാച്ചുറേഷൻ 0.2 വോൾട്ടേജ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഏത് റീജിയനിലാണ് ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്രോബ്ലം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ VB given, VB is 0.7 voltage, VB is 0.7 and beta is very large. Beta is very large എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്? IB is taken as 0 and IC we can taken as IE. These two, ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം ഒരു ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സാച്ചുറേഷൻ റീജിയനിലാണെങ്കിൽ IC എന്ന് പറയുന്ന കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനൊരു സാച്ചുറേഷൻ റീജിയനിലാണ്. ഇനീഷ്യലി ഞാൻ സാച്ചുറേഷൻ കണ്ടീഷൻ, ഞാൻ ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ കണ്ടീഷനിലാണെന്ന് വിചാരിക്കുകയാണ്. കാരണം VC സാച്ചുറേഷൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 0.2 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. സാച്ചുറേഷൻ കണ്ടീഷനിൽ ഇത് കറണ്ട് IC എന്ന് പറയുന്നത് IC സാച്ചുറേഷൻ ആയിരിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ഈ റീജിയനിൽ നമ്മൾ KVL അപ്ലൈ ചെയ്താൽ മതി. ഈ റീജിയനിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇതാണ് സപ്ലൈ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്. സപ്ലൈ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടേജാണ്. അത് എവിടേക്കാണ് ഡ്രോപ്പ് ആയിട്ടുള്ളത്? അതിവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതായത് ICRC എന്ന് പറയുന്ന കറണ്ട്, ദിസ് ഇസ് RC. സോ ICRC എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ദെൻ VC സാച്ചുറേഷൻ കണ്ടീഷനിലാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇനീഷ്യലി VC സാച്ചുറേഷൻ ഇവിടെ ഒരു ഡ്രോപ്പ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെയും ഡ്രോപ്പ് ആയിട്ടുണ്ട്. IERE എന്ന് പറഞ്ഞ പോയിന്റിലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ IE എന്ന് പറയുന്നത് തന്നെയാണ് IC ആയിട്ട് എടുക്കുന്നത്. കാരണം ബീറ്റയുടെ കണ്ടീഷൻ, ബീറ്റ വെരി ലാർജാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം IC തന്നെയാണ് ഇതായിട്ട് എടുക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കറണ്ട് ഇവിടെ ഞാൻ സാച്ചുറേഷൻ കണ്ടീഷനിൽ 10 ഈസ് ഈക്വൽ ടു ICRC, where IC saturation RC plus VC saturation plus IERE ആണ്. IE എന്ന് പറയുന്നത് തന്നെയാണ് IC ഇവിടെ ഒഴുകുന്നത്. ബീറ്റ കണ്ടീഷൻ വളരെ ഇതായാണ് ഇൻറ്റു R. So this is the equation when we apply KVL apply ചെയ്ത് കഴിഞ്ഞാൽ you will get like that. Okay, isn't it? 10 is equal to ICRC plus VCE. This is VCE, voltage across collector and emitter, and voltage across this RE എന്ന് പറയുന്നത് IC saturation into RE ആണ്. ഇപ്പോൾ സാച്ചുറേഷൻ കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. So in saturation condition, we can calculate IC saturation. So IC saturation, I am taking common RC plus RE plus VC saturation 0.2 voltage ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So 10 voltage. So the IC saturation is equal to 10 minus 0.2, that is 9.8 voltage, divided by RC plus RE. What is RC and RE? 10 and 1, so that is 11K. So this will be the maximum current can be flowing through the IC. That is the saturation current flowing through the IC. ഓക്കെ, ഇതാണ് ഈ സർക്യൂട്ടിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഞാൻ ഇൻപുട്ട് അനുസരിച്ച് ഒഴുകാൻ പോകുന്ന IC എത്രയാണ്? ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ, ഇൻപുട്ട് കാരണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 വോൾട്ടേജാണ്. ബേസിക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് 2 വോൾട്ടേജാണ്. അതനുസരിച്ച് എത്ര കറണ്ടാണ് IC ആണ് ഫ്ലോ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഇവിടെ ഈ
ഈ ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യും. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 2 വോൾട്ടേജ് സപ്ലൈ ഈസ് ഈക്വൽ ടു ബേസ് ടു എമിറ്റർ വോൾട്ടേജ്, ബേസിനും എമിറ്ററിനും വോൾട്ടേജ്, ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് പ്ലസ് ദിസ് IERE അല്ലേ, എമിറ്ററിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു RE ആണ് ഈ ലൂപ്പിൽ നമ്മൾ വോൾട്ടേജ് ഈ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ബേസ് എമിറ്റർ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ KVL at base emitter loop. Okay, what will get? 2 voltage is equal to VBE base to emitter voltage plus IERE തന്നെയാണ്, IERE where IE is equal to IC. Okay, so where VB is 0.7 voltage ആണ്, RE we know that 1K. so that IC ഇൻപുട്ടിനനുസരിച്ച് IC ഫോളോ ചെയ്യുകയാണെങ്കിൽ 2 voltage minus VB is 0.7 voltage divided by RE. RE is equal to 1K. That is 2 minus 0.7, that is 1.3 divided by 1K. That is 1.3 milliampere should be the IC flowing through the circuit according to input. Okay, ഇൻപുട്ട് സപ്ലൈ അനുസരിച്ച് ഇതിലൂടെ പോവേണ്ട IE എന്ന് പറയുന്നത് അല്ലെങ്കിൽ IC എന്ന് പറയുന്നത് 1.3 മില്ലിയാംപിയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ പോയിൻ്റ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. IC നമ്മൾ ഇനീഷ്യലി സാച്ചുറേഷൻ കറണ്ട് കണ്ടുപിടിച്ചു. IC സാച്ചുറേഷൻ കറണ്ട് ഈസ് 9.8/11. 9.8/11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ലെസ് ദാൻ 1 മില്ലിയാംപിയർ ആണ് അല്ലേ. ദിസ് ഈസ് ലെസ് ദാൻ 1 മില്ലിയാംപിയർ ആണ്, കാരണം 9.8/11 അതാണ് സാച്ചുറേഷൻ കറണ്ട്. ബട്ട് ഇൻപുട്ട് അനുസരിച്ച് ഒരു IC ഫ്ലോ ചെയ്യണമെങ്കിൽ 1.3 മില്ലിയാംപിയർ വേണം. ഓക്കെ, അക്കോർഡിംഗ് ടു input voltage there should be a 1.3 milliampere IC should flow. That means the IC is greater than IC saturation. കാരണം IC saturation എന്ന് പറയുന്നത് 1 മില്ലിയാംപിയറിലും താഴെയാണ്. അക്കോർഡിംഗ് ടു ഇൻപുട്ട് അനുസരിച്ച് IC should be 1.3 മില്ലിയാംപിയർ ആയിരിക്കണം. അപ്പോൾ ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലായിരിക്കും ഈ ട്രാൻസിസ്റ്റർ? ആരെങ്കിലും ഒന്ന് പറയാമോ, ഏത് റീജിയനിലായിരിക്കും ഈ ട്രാൻസിസ്റ്റർ? ആരെങ്കിലും ഒന്ന് പറയാമേ, ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലായിരിക്കും? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. ഒബ്വിയസ്ലി സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. കാരണം എന്താ, ഇൻപുട്ട് അനുസരിച്ച് ഒരു IC എന്ന് പറയുന്നത് 1.3 മില്ലിയാംപിയർ ഫ്ലോ ചെയ്യണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് 1 മില്ലിയാംപിയറിലും താഴെയാണ്. അപ്പോൾ എന്താണെങ്കിലും 1 മില്ലിയാംപിയറിലും താഴെ മാത്രമാണ് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. പക്ഷേ ഇൻപുട്ട് അനുസരിച്ച് 1.3 വേണമായിരുന്നു. സോ ദ ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ സാച്ചുറേഷൻ. must be in saturation. നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ടൈപ്പ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇനീഷ്യലി നമ്മൾ എന്താണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇൻപുട്ട് അനുസരിച്ചുള്ള IC എന്താണ് പിന്നീട് നമ്മൾ നോക്കി. അപ്പോൾ ഇൻപുട്ടിനനുസരിച്ചുള്ള IC അത് കൂടുതലായ കാരണം ഇറ്റ് വിൽ ബി ഇൻ സാച്ചുറേഷൻ. ഇനി ഇപ്പം നമ്മുടെ IC കിട്ടിയത് ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ട IC അല്ലെങ്കിൽ IE തന്നെയാണ് IC. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. IC കിട്ടിയത് ഇപ്പം സാച്ചുറേഷൻ കറണ്ടിനേക്കാൾ താഴെയായിരുന്നെങ്കിൽ
the transistor must be in a active region. Okay, hope you clear. ഈ ബേസ് എമിറ്റർ വോൾട്ടേജ് VB യുടെ വോൾട്ടേജ് 0.7 വോൾട്ടേജിനേക്കാളും താഴെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 2 വോൾട്ടേജ് സപ്ലൈ 0.7 വോൾട്ടേജിന് താഴെയായിരുന്നെങ്കിൽ ദി സർക്യൂട്ട് മസ്റ്റ് ബി അല്ലെങ്കിൽ ദ ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ കട്ട് ഓഫ് റീജിയനിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം VB 0.7 വോൾട്ടേജിനേക്കാളും കൂടുതൽ കൊടുക്കാനുള്ള സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ ഐദർ ദ ട്രാൻസിസ്റ്റർ വിൽ ബി ഇൻ സാച്ചുറേഷൻ ഓർ ആക്റ്റീവ് റീജിയനിലായിരിക്കും. ബട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇൻപുട്ട് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കറണ്ട് വേണമെങ്കിൽ അത് 1 മില്ലി ആംപിയറിലും താഴെ പോകണമായിരുന്നു. പക്ഷേ ഇതിന് 1 മില്ലി ആംപിയറിലും കൂടുതലാണ് പോകുന്നത്. സോ അപ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലാണ്. ക്ലിയർ ആയോ ഈ ഐഡിയ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതലും പ്രോബ്ലംസാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. പ്രോബ്ലം ഇതൊരു മൾട്ടിപ്പിൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇഫ് ദി ട്രാൻസിസ്റ്റർ in figure having high beta, so the beta value is very high and VB is 0.7, 0.65. Here it is given as 0.65 voltage. Then find current flowing through 2K. Okay, find the current flowing through 2K. So this is the circuit. This is the 2K resistor. This is a 10 volt supply. So 6.5K, 1.85K and 1.65K. Okay, this is the circuit. You have to find current through this 2K. You have to find this current. Okay, what are the things given in this circuit? In this circuit they are given beta value is very high and VB is 0.65 voltage.
Okay, here given beta is very high and VBE is 0.65. Okay, 0.5 volt. So what are the things given? This base to emitter voltage is 0.65. Here it is 0.65 across this, and across this is 0.65. Okay, 0.6. And beta is very high. Beta is very high. What are the interpretation? IB is 0, and IC is equal to I. These are the things we can infer from beta is very low. So there is no current is flowing through this, and no current is flowing through this branch. So this 10 voltage is given to this circuit. ഇത് പാരലൽ സർക്യൂട്ടാണ്, ഇത് രണ്ടും പാരലൽ സർക്യൂട്ടാണ്. ഈ കണക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാരലൽ സർക്യൂട്ട് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, രണ്ട് പാരലൽ സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പം നമുക്കറിയാം 6.5, 1.85, 1.65. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഫോർ ദിസ് സർക്യൂട്ട്, ഇവിടെ ഈ ഇതിൽ പോകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, what will be the total resistance in first branch? ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഈ ബ്രാഞ്ചാണ് ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് ഉദ്ദേശിച്ച്. ഓക്കെ, ഫസ്റ്റ് ബ്രാഞ്ചിൽ കൂടെ പോകുന്ന ടോട്ടൽ 1.65 പ്ലസ് 1.85 പ്ലസ് 1.65. ഓക്കെ, സോ RT I can write as RT is equal to 6.5K plus 1.85K plus 1.65K. It is equal to 10K. So the total resistance of this circuit is 10K. So what is the current flowing through this branch? I am taken as I1. I1 is the current flowing through this branch. So what will be the total current flowing through this branch? Because there is no current is flowing to this branch. So the total current, whatever this I1 is flowing through this 6.5K, 1.85K and 1.65K. So you can find out that IT, you can say that this is RT, so I just write it as IT. So IT is nothing but 10 voltage by 10K, that is 1 milliampere. So the 1 milliampere current is flowing through, 1 milliampere current is flowing through this branch. So the voltage across answer, this is base 2 and this is base 1. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ആണ്, രണ്ടാമത്തെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ആണ്. സോ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് VB2? I can calculate VB2. VB2 is nothing but IT into 1.65K. So the VB2 is equal to 1.65K into 1 milliampere. That is nothing but 1.65 volt. We know that VB, what is VB? Base to emitter voltage is nothing but VB minus VE, isn't it? Here VB is given as 0.65. 0.65 ആണ് VB ആയിട്ട് തന്നിരിക്കുന്നത്. So what is VB is 1.65. So from that we can find out VE2. VE2 എന്ന് പറയുന്നത് VB minus VBE ആണ്. That is 1.65 minus 0.65, that is 1 volt. So I can easily find out what is VE2. This is VE2. VE2 is nothing but IE2 into RE. VE2 is nothing but IE2 into RE. Okay, so that I can easily find out IE2.
So what is IE2? IE2 is RE2. RE2 VE2 എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആണ് ബൈ RE. RE is equal to 1K ആണ്. 1K, that is 1 milliampere. So IE2 is 1 milliampere. So the current flowing through this is 1 milliampere. What is the unknown value? What is the value we have to find? We have to find the current through 2K, isn't it? So I found the current through this emitter. So IE2 I just found, that is 1 milliampere. Because of the beta value is very high, this is same as IC2. IE2 is same as IC2, and that is the emitter current of first transistor. So the first transistor emitter current should be 1 milliampere. So that is the current through the first transistor collector. So that is the current I. So what is the current I? I is same as 1 milliampere. Okay. So IE can say that IE2 is same as IC2, which is same as IE1, and which is same as IC1, and which is same as I. What is we have to find? So that is 1 milliampere. This is because the beta value is very high. Beta value is very high, we can assume like that. So in this way we can find out this problem. Hope this is clear. ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്യാൻ മൂവ് ടു അനദർ പ്രോബ്ലം. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ പ്രീവിയസ് ഇയറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്. Then we can go to next problem. This is also a very important problem. Assume Zener diode is at breakdown. Then find I. Also given VBE is 0.7 voltage and beta is very large. Okay, even if VB is not given 0.7, we can assume that VB is 0.7. Okay. Okay. So there is a transistor. We can have a emitter resistor. We can have another resistor at base, that is 2.2K, and there is a Zener diode. This is minus 18 voltage, and this is 1.8K, and the Zener voltage is 6.2. Okay, in this problem VZ is also given. Breakdown voltage for Zener diode is 6.2, and this is the I. Okay, this is the problem, and given option as 1 milliampere, 3 milliampere, 5 milliampere,
and 8 milliamp. You have to find out the right option. Okay. എങ്ങനെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വി ബി തന്നിട്ടുണ്ട്, ബേസ് ടു എമിറ്റർ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ദെൻ സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, then you have to find out the I. Beta is very high ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ given എന്തൊക്കെ തന്നിട്ടുണ്ട്? Beta is very large. If beta is very large, IB is 0 and IC is equal to IE. That two things we know. IC is equal to IE. Okay, and also VB 0.7 ആണ് തന്നിട്ടുണ്ട്. VB is 0.7 volt. ഓക്കെ, നിങ്ങൾ ഇത്രയും വരി എടുത്ത് ഇവിടെ ഇത്രയും സംഭവം കൊണ്ടെടുത്ത് ഇവിടെ സെനർ ബ്രേക്ക് ഡൗണിനാണ് തന്നിട്ടുണ്ട്. സെനർ ബ്രേക്ക് ഡൗണിനാണെങ്കിൽ സെനർ അക്രോസ് ആയിട്ട് 6.2 വോൾട്ടേജ് കാണും. ഓക്കെ, കറക്റ്റ്, 6.2 വോൾട്ടേജ് കാണും. അതിനോട് പാരലാണ് ഏതൊക്കെ? ബേസ് ടു എമിറ്റർ വോൾട്ടേജ് പ്ലസ് ദിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കാരണം ഇത് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും പോയിൻ്റ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ പോയിൻ്റ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്യൂട്ടിന് പാരലായിട്ടാണ് ഈ രണ്ട് സർക്യൂട്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ് 6.2 വോൾട്ടേജാണ്. അതെന്ന് പറയുന്നത് ഈ വോൾട്ടേജ്, ഇത് പ്ലസ് ഇതാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്. ക്ലിയർ ആയി ഈ പോയിൻ്റ്? ഇവിടെ സർക്യൂട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ സർക്യൂട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു പാരലൽ സർക്യൂട്ടാണുള്ളത്, ഇവിടെ ഒരു പാരലൽ സർക്യൂട്ടാണ്, ഇത്രയും ഒരു പാരലൽ സർക്യൂട്ടായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഇത് 6.2 ആണ്. ഈ 6.2 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്. ഇതിൻ്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് IERE പ്ലസ് VBE ആണ്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ VZ ഈസ് നത്തിങ് ബട്ട് plus IERE. You can say that this is സർക്യൂട്ട് ആകുമ്പോൾ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും VB പ്ലസ് IERE എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് ആൻഡ് so from that you can E is nothing but 6.2 minus 0.7 is 5 divided by 1.8k. What is this value? That is 3 milliamp is the IE flowing through this. Because of that, beta value is very high and IE is equal to IC. How to find out the IC? IC is given as അപ്പം നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യുമ്പം സെനർ ഡയോഡിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് നേരത്തെ സെനർ ഡയോഡ് പഠിച്ചതാണ്, എങ്ങനെയാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിന് ക്രോസ് സെനർ വോൾട്ടേജ് തന്നെയായിരിക്കും കാണുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? പ്രോബ്ലം ക്ലിയർ ആണോ? ഇതിനകത്ത് ഡൗട്ടുണ്ടോ? Anyone having any doubt? Okay, doubt ഇല്ല എന്ന് വിചാരിക്കുകയാണ്. Okay, we can go for the next problem. That is also a very important problem. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം.
രണ്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ദെൻ 10K വെച്ചിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5K വെച്ചിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ട്. പക്ഷേ 5K വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിനകത്ത് ഇതെന്ന് പറയുന്ന ഒരു കമ്പാരറ്ററാണ്. ദിസ് കമ്പാരറ്റർ സർക്യൂട്ട്. കമ്പാരറ്റർ സർക്യൂട്ട് എന്താണ് ചെയ്യുക? കമ്പാരറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുകയാണ്, ഇൻപുട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് കമ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ
ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10K ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -RF/R1 ആണ്. -10/1K എന്ന് കിട്ടും. That means -10. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് -10 ഗെയിനാണ് കിട്ടാൻ പോകുന്നത്. സോ എനിക്ക് നെഗറ്റീവില് പീക്ക് കിട്ടാൻ പോകുന്നത് -10 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് Vout കിട്ടാൻ പോകുന്ന 1 വോൾട്ടേജിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു -10 വോൾട്ടേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഇത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയാലും പോസിറ്റീവ് ആയിരിക്കും ഇവിടെ വരിക. Vout should be പോസിറ്റീവ് ആയിരിക്കും. സോ കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ആയ കാരണം കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് Vsat-ലേക്ക് ടോഗിൾ ചെയ്യും. ഔട്ട്പുട്ട് പ്ലസ് Vsat-ലേക്ക് ടോഗിൾ ചെയ്യും. അപ്പോൾ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ഒന്നിൽ -Vsat അല്ലെങ്കിൽ പ്ലസ് Vsat, ഈ രണ്ട് ലെവലിൽ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, -Vsat ഓർ പ്ലസ് Vsat ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇത് പ്ലസ് Vsat ആവും. കാരണം എന്താണ്? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് പ്ലസ് Vout-ലേക്ക് പോകും. പ്ലസ് Vout-ലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് Vsat-ലേക്ക് ആയിരിക്കും. പ്ലസ് Vsat-ലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ വിൽ ബി ഇൻ സാച്ചുറേഷനിലേക്കാവും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക് സർക്യൂട്ട് റിയലൈസ് ചെയ്യാൻ പറഞ്ഞ പോലെ it will be act as a closed switch. Closed switch ആയിട്ട് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എഫക്റ്റീവ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5K പാരലൽ 10K ആണ് നടക്കുക. 5K പാരലൽ 10K എന്ന് പറഞ്ഞാൽ 5 × 10 50 by 5 plus 10 15. That means 50/15, that is 10 by 3, that means 3.3. So 3.3K divided by 1K ആണ് വരിക. So the gain will be 3.3 minus 3.3 minus 1 into minus 3.3 എന്ന് പറയുന്നത് പ്ലസ് 3.3. അപ്പോൾ നെഗറ്റീവ് സൈക്കിളിൽ എനിക്ക് പോസിറ്റീവ് സൈക്കിളായിട്ട് ഔട്ട്പുട്ട് കിട്ടുക, അതിൻ്റെ ഗെയിൻ വെച്ച് കിട്ടുക 3.3 പ്ലസ് 3.3 ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൈ the output waveform will be look like this. Clear ആണോ? ഓക്കെ,
സോ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ അനലൈസ് ചെയ്യണം. 1 by 1 ആയിട്ട് ഓരോ പാർട്ടായിട്ട് എടുക്കണം. സിമിലർ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം CSIR മാത്രമല്ല, നമ്മുടെ ജസ്റ്റിനാണെങ്കിലും ജാമിനാണെങ്കിലും അതുപോലത്തെ TAFRന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് അറിയണം. ഓപ്പറേഷൻ ആംപ്ലിഫയർ കമ്പാരറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. ഇതെല്ലാവരുടെ കോമ്പിനേഷനുള്ള പ്രോബ്ലം ആയിരുന്നു ഇത്. വളരെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ നല്ലൊരു പ്രോബ്ലമാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഞാൻ കുറേ നിങ്ങൾക്ക് ഇനി ക്ലാസ് കഴിയുമ്പം എല്ലാ ക്ലാസ്സുകളും കഴിയുമ്പോൾ ഞാൻ കുറച്ച് അസൈൻമെൻറ്റ് പോലെ തരാം. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഐഡിയ കിട്ടും. നിങ്ങൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ്